ഇവിടെ ഒരുത്തൻ അവൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മുൻപിലുള്ള സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആ നമ്പേഴ്സ് അവൻ കാണാറില്ല. ആദ്യമൊക്കെ അവൻ ചുമ്മാ തോന്നുന്നെന്ന് വിചാരിച്ചു. ഓരോ പ്രാവശ്യം അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്പേഴ്സ് കുറഞ്ഞു വന്നു. ഒരു ദിവസം മരിച്ചുപോയ ഇവൻ്റെ അച്ഛൻ ഇവൻ്റെ അടുത്ത് വന്ന് ഈ നമ്പേഴ്സ് സീറോയിലേക്ക് വരുമ്പോൾ നിന്റെ അമ്മ മരിക്കുമെന്ന് പറയും. ഇത് കേട്ട് ഷോക്കായ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും. അപ്പോഴാണ് ഇതുവരെ കണ്ടത് സ്വപ്നമാണെന്ന് അവന് മനസ്സിലായത്. ഇതോടെ അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അവൻ ദിവസം ഓരോ കാരണം പറഞ്ഞ് അമ്മയും കൂട്ടി പുറത്തു പോയി ഭക്ഷണം കഴിക്കും. എന്നാൽ അധികകാലം ഇത് ചെയ്യാൻ അവന് സാധിക്കില്ല. അതുകൊണ്ട് അമ്മയെ വിട്ട് മറ്റൊരിടത്ത് പോയിട്ട് അവൻ താമസിക്കും. വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് അവനെ നമ്പേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ്. അതേസമയം അമ്മയ്ക്ക് അവൻ പണം അയച്ചു കൊടുത്താലും തന്നെ എന്തിനാ അവൻ അവോയ്ഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കുക അമ്മ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് മകനെ കാണാൻ വരും. അവിടെ അവൻ്റെ ഗേൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അവൾ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കും. ഇത്രയും നല്ലൊരു അമ്മയെ എന്തിനാ ഇവൻ അവോയ്ഡ് ചെയ്യുന്നത് അവൾ ചിന്തിക്കും. അധികം വൈകാതെ ഇതേപ്പറ്റി അവനോട് കേൾക്കും. അവൻ എല്ലാ സത്യവും അവളോട് പറയും. പക്ഷെ അവൾ അതൊന്നും വിശ്വസിക്കില്ല. ഒരു നാൾ അവന് ഭയങ്കരമായിട്ട് വയറുവേദനിക്കും. ഉടനെ അവൻ ഡോക്ടറെ കാണാൻ പോകും. അവിടെ വെച്ച് ഒരു സംബന്ധവുമില്ലാതെ നിന്റെ അപ്പൻ എങ്ങനെ മരിച്ചതെന്ന് അദ്ദേഹം കേൾക്കും. സ്റ്റൊമക്ക് ക്യാൻസർ ആയാണ് മരിച്ചതെന്ന് അവനും മറുപടി പറയും. അതേ സ്റ്റൊമക്ക് ക്യാൻസർ തന്നെയാണ് നിനക്ക് എന്ന് ഡോക്ടർ പറയും. ഇത് കേട്ട് അവൻ ആകെ ഷോക്കാകും. അതായത് അച്ഛനും മകനും അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവരുടെ ജീവിതത്തിൽ നിന്ന് അമ്മയെ മാറ്റി നിർത്തുക മാത്രമല്ല, ജീവിതകാലം മുഴുവനും ഹോട്ടൽ ഫുഡ് കഴിച്ച് അവർക്ക് സ്വയം അസുഖം വരുത്തി വെക്കും. ഇനി ബാക്കിയുള്ള കാലം അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ച് അവൻ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വരും.